അവഗണനയിൽ നട്ടം തിരിയുകയാണ് സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ. വിപണി ഇടപെടലിന്റെ ഭാഗമായി നൽകുവാനുള്ള തുക പോലും ധനബജറ്റിൽ നീക്കിയിരിപ്പില്ല. ടെൻഡറിൽ പങ്കെടുക്കാൻ പണമില്ലാത്തതിനാൽ സബ്സിഡി സാധനങ്ങളുടെ അടക്കം ക്ഷാമം സപ്ലൈകോയിൽ രൂക്ഷമാണ്. സബ്സിഡി സാധനങ്ങളെ ആശ്രയിച്ചെത്തുന്നവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മടങ്ങുകയാണ്. സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ സാധാരണക്കാർ ആശ്രയിക്കുന്നത് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കാണ്. എന്നാൽ ഇന്ന് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുന്ന സാധാരണക്കാർ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ശൂന്യമായി കിടക്കുന്ന റാക്കുകൾ കണ്ട് നിരാശയോടെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഉൽപ്പന്നങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന മിക്ക റാക്കുകളും കാലി. ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ബജറ്റ് കഴിഞ്ഞാലും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് സപ്ലൈകോ. ഇവിടെ സാധനമൊന്നുമില്ല, ഒരു വഴിയില്ല. സാധനം പഞ്ചാര കിട്ടിയിട്ട് 6 മാസമായി. മുളകൊക്കെ വില കൂടിയ മുളകേ ഉള്ളൂ, ഉഴുന്നില്ല. പയറൊക്കെ കുറച്ചൊക്കെ കണ്ടിട്ടിരിക്കുന്നു. ഒരു സാധനവും ഇല്ല ഇവിടെ. സോപ്പ്, പഞ്ചസാര, മുളക്, പയർ, ഉഴുന്ന് എല്ലാം വാങ്ങിക്കാനാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒന്നുമേ ഇല്ല. കുറച്ച് പയർ മാത്രം കിടക്കുന്നു. മുളക് സബ്സിഡി അല്ലാതെ ഇവിടെ ഒന്നുമേ ഇല്ല. കഴിഞ്ഞ മാസം മുതൽ തന്നെ ഇതുതന്നെയാണ് സപ്ലൈകോയുടെ അവസ്ഥ. ഔട്ട്ലെറ്റുകളിൽ പലയിടത്തും മല്ലിയും വെളിച്ചെണ്ണയും മാത്രമാണ് സബ്സിഡി നിരക്കിൽ ആവശ്യക്കാർക്ക് ലഭിക്കുന്നത്. മറ്റുൽപ്പന്നങ്ങളെല്ലാം നോൺ സബ്സിഡി നിരക്കിൽ ഇരട്ടി വില കൊടുത്തും വാങ്ങേണ്ടി വരികയാണ് ഇന്ന് ഉപഭോക്താക്കൾക്ക്. പയർ, കടല, ഉഴുന്ന് അതെല്ലാം എടുക്കാനൊന്നുമില്ല. സബ്സിഡി ഉള്ളതൊന്നുമില്ല. ഇവിടെ ഒരു സാധനവും ഇല്ല. കുറേ മാസമായി ഒന്നുമില്ല. വെറുതെ ഇനിയിപ്പോൾ പുറത്തുനിന്ന് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ഇരട്ടി വിലയാണ് പുറത്ത്. സബ്സിഡി ഉള്ള ഒന്നുമില്ല ഇവിടെ. എപ്പോൾ വന്നാലും ഇല്ല. ഓണം തൊട്ടാനും മുന്നേ ഇല്ല. സംസ്ഥാനത്തെ 1600 സപ്ലൈകോയിലും ഇത് തന്നെയാണ് സ്ഥിതി. 1000 കോടി രൂപയുടെ വിപണി ഇടപെടലാണ് സമീപകാലത്ത് ഇതിനോടകം നടത്തിയത്. ഈ തുക സർക്കാർ നൽകേണ്ടതുണ്ട്. ഇതിൽ കരാർ കുടിശ്ശിക മാത്രം 500 കോടി രൂപയാണ്. ഈ ഘട്ടത്തിലാണ് വെറും 10 കോടി രൂപ മാത്രം സപ്ലൈകോയ്ക്ക് ബജറ്റിൽ ധനമന്ത്രി അനുവദിക്കുകയും ചെയ്തത്. എന്നാൽ കുടിശ്ശിക ലഭിക്കാത്തതിനാൽ ടെൻഡറിൽ പോലും പങ്കെടുക്കാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് സപ്ലൈകോ. സാധനങ്ങളില്ലാത്തതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് ആളുകളെത്താൻ മടിക്കുന്നതോടെ ജീവനക്കാരും തൊഴിൽ ഭീഷണി നേരിടുകയാണ്. അതേസമയം വിൽപ്പനക്കുറവ് നേരിടുന്ന ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനാണ് നിലവിൽ ആലോചന. ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഔട്ട്ലെറ്റുകളെ കണ്ടെത്താൻ വകുപ്പ് കണക്കെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.